MBC 005, Block 3, Unit 1, Meaning of Research Design. Research design is the plan, structure, and strategy of investigation, conceived so as to obtain answers to research questions and to control variables. That means defining research problem and objectives, first of all, then selecting appropriate methods, ensuring reliability and validity, then providing framework for data analysis, guiding research process. Okay, then today we have to check this one, single factor design. Single factor design. Single factor design means when you have only one independent variable. ഒറ്റ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ ഫാക്ടർ ഡിസൈൻ എന്ന് പറയുന്നു. ദെൻ ഫാക്ടേഴ്സ്, ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതിനെ നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നു. ദെൻ the independent variable of an experiment are known as factor of the experiment. For example, independent variable sleep, food, ഇതൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ വരുന്നതാണ്. Then independent variable, a level is particular value of an independent variable. Level means is a particular value of an independent variable. An independent variable has at least 2 levels. For example, reward of verbal learning. റിവാർഡ് വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിൽ അതിൽ 2 ലെവൽ വന്നിട്ട് റിവാർഡും നോ റിവാർഡും, ലേണിംഗ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ദെൻ ലെവല് റിവാർഡും നോ റിവാർഡും. ദെൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ കണ്ടീഷനിലൂടെ നമ്മൾ ഒരു ഗ്രൂപ്പിനെയോ ഒരു സബ്ജക്റ്റിനെയോ കൊണ്ടുപോകുന്നത്. ട്രീറ്റ്മെന്റ് മീൻസ് CBT ആവാം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആവാം, ദെൻ സൈക്കോ അനലിറ്റിക് തെറാപ്പി ആവാം, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി ആവാം. എന്ത് ട്രീറ്റ്മെന്റ് ആണോ നമ്മൾ നമ്മുടെ ക്ലയൻസിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ സബ്ജക്ട്സിന് കൊടുക്കുന്നത്, ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ട്രീറ്റ്മെന്റ്. ഇനി സിംഗിൾ ഫാക്ടർ ഡിസൈനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈൻ എന്നും വിത്തിൻ ഗ്രൂപ്പ് ഡിസൈൻ എന്നും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇത് മാത്രമാണ്. ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈൻ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനുമാണ്. ഹിയർ ദ സബ്ജക്ട്സ് ആർ അസൈൻഡ് അറ്റ് റാൻഡം ടു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് കണ്ടീഷൻ. ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് കണ്ടീഷനിലൂടെ സബ്ജക്ട്സിനെ കൊണ്ടുപോവാണ്. ഹിയർ ദ എഫക്ട് ഓഫ് ഡിഫറെന്റ് കണ്ടീഷൻസ് ഓൺ ദി സബ്ജക്ട്സ് ആർ കമ്പ്യൂട്ടഡ്. ഇൻ ദിസ് വി ക്യാൻ ഹാവ് 2 randomized group and multi-group designs. First, this type design, the experimenter first defines the independent variable, second dependent variable, then the research population. Then after that, the between 2 group design, clients ne edukumba different treatment condition lode kondu pogunnu. 2 randomized design le 2 group ne eduthu, 100 subjects ne eduthu, 2 group aaki 50-50 2 ഗ്രൂപ്പിനെ എടുത്തു. റാൻഡം സാമ്പിളിംഗ് ആണ്. ലോട്ട് ഇട്ടിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സോ 1, 3, 5 എന്നുള്ള രീതിയിലോ 2, 4 എന്ന രീതിയിലോ നമ്മൾ എടുത്തിട്ട് 2 ഗ്രൂപ്പിനെ ഫോം ചെയ്തു. 50-50, 50 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, then 50 കൺട്രോൾ ഗ്രൂപ്പ്. ഓഡ് നമ്പർ 1, 3 ലൈക്ക് ദാറ്റ് ഓഡ് നമ്പർ ഉപയോഗിച്ചു. ദെൻ കൺട്രോൾ ഗ്രൂപ്പിനെ നമ്മൾ 2, 4 റാൻഡമൈസ്ഡ് ആയിട്ട് എടുത്തു. ദെൻ അതിനുശേഷം എക്സ്പെരിമെന്റ് ഗ്രൂപ്പിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്, അവരുടെ പെർഫോമൻസ് നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാണ്. അപ്പം എക്സ്പെരിമെന്റ് ഗ്രൂപ്പിനോട് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 50 ആണ്. ദെൻ അവരോട് നമ്മൾ അൽഫബറ്റിക് ഓർഡറിൽ എങ്ങനെ എടുത്താലും ശരി, അവരോട് നമ്മൾ എന്ത് പറയുന്നുണ്ട്? എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് റിസീവ് ദി നോളജ് ഓഫ് റിസൾട്ട് ഓഫ് ദർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് എത്രയാണെന്ന് കൃത്യമായിട്ട് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അവരുടെ പെർഫോമൻസിന്റെ ഫീഡ്ബാക്ക് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് കൊടുത്തു, പക്ഷെ കൺട്രോൾ ഗ്രൂപ്പിന് കൊടുത്തില്ല. അപ്പൊ വീണ്ടും ഇവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഫർദർ പെർഫോമൻസിൽ അവർക്ക് ചേഞ്ച് വന്നെങ്കിൽ എത്ര? ഇതിനുപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടി-ടെസ്റ്റ് ഓർ മാൻ വിറ്റ്നി യു ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ,
ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈനിൽ മോർ ദാൻ 2 റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ ഓർ മൾട്ടി ഗ്രൂപ്പ് ഡിസൈൻ. ഇവിടെ നമ്മൾ 4 ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. വി ഹാവ് 3 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്സ് ആൻഡ് 1 control groups. The experimental group 1 receives reinforcement every response. Group 2 receives reinforcement at regular time. Group 3 random ആയിട്ടാണ് കിട്ടുന്നത്. Group 4 no reinforcement. അങ്ങനെ 4 ഗ്രൂപ്പ്, 3 എണ്ണം എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്സ്, 1 എണ്ണം കൺട്രോൾ ഗ്രൂപ്പ്സ്. കൺട്രോൾ ഗ്രൂപ്പ്സിന് റീഇൻഫോഴ്സ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് 100 സ്റ്റുഡൻസിന്റെ 100 സ്റ്റുഡൻസ് അസൈൻ 25 participants randomly in each group. These groups are supposed to be equivalent groups. Random assignments ആണ്. Then group will taught by method A, method B, method C and method D. A, B, C, D 4 മെത്തേഡിൽ അവരെ പഠിപ്പിച്ചു. എന്നിട്ട് ഏത് മെത്തേഡാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് നോക്കുന്നു. ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് 1 way ANOVA. Then matched group design. This design is also known as randomized block design. In matched group design, all subjects are first tested on a common task. ആദ്യം അവർക്ക് ഒരു common task കൊടുത്തു, and they are formed into groups. The groups are thus formed are known as equivalent groups. ആദ്യത്തെ ടെസ്റ്റ് കൊടുത്തതിന്റെ റിസൾട്ടിന്റെ ഫലമായിട്ടാണ്, ആ സ്കോറിൽ നിന്നാണ് അവരെ എന്തായിട്ട് തരംതിരിച്ചിരിക്കുന്നത്, മാച്ച്ഡ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇവിടെ 100 സ്റ്റുഡൻസിന് ഫോം എ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്തു. 100 സ്കോർ കിട്ടിയ കുട്ടികളെ സെലക്ട് ചെയ്ത് അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, എ ബി. എന്നിട്ട് ഫോം ബി ഇന്റലിജൻസ് ചെയ്യിപ്പിച്ചു. അതിൽ എ ഗ്രൂപ്പിന് അവർക്ക് പ്രൈസ് കൊടുത്തിരുന്നു. സബ്ജക്ട്സ് പെർഫോമൻസ് ഇന്റലിജൻസ് ടെസ്റ്റിന് അവർക്ക് പ്രൈസ് കൊടുത്തിരുന്നു. പക്ഷെ ബി ഗ്രൂപ്പിന് കൊടുത്തിരുന്നില്ല. എന്നിട്ട് എ ഗ്രൂപ്പിലാണോ ബി ഗ്രൂപ്പിലാണോ കൂടുതൽ ബെറ്റർ ആയത്, രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ കൂടുതൽ ബെറ്റർ ആയതെന്ന് നോക്കുന്നു. Paired of those subjects who scored 100 were selected for the study. They were divided into 2 groups randomly, and B for the same test was administered. Form changed, same test administered to see the effect of incentive or subject scores. Suitable statistical test യൂസ് ചെയ്ത് അതിന്റെ ഡിഫറൻസസ് ഇൻ ദ മീൻ സ്കോർ ഓഫ് 2 ഗ്രൂപ്പ്സിന്റെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. Then in matched group design, use 2 methods of matching. ഇതിലിനി 2 മെത്തേഡ് കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് മാച്ചിങ് ബൈ പെയേഴ്സ്. Matching is done initially by pairs to that each person in the first group has match in the second group. For example, researcher wants to study the effect of 2 teaching methods on mathematical environment of the 9th grade students. Subject എടുത്തിരിക്കുന്ന subjects intelligence and academic achievement. Variables intelligence academic achievement was taken as matching variables. Matching variables മാത്തമാറ്റിക്കൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ആദ്യം ഒരു എക്സാം നടത്തി 80 മാർക്ക് കിട്ടിയ എല്ലാ കുട്ടികളെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 60 കിട്ടിയ കുട്ടികളെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 50 കിട്ടിയ കുട്ടികളെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇവരെ മെത്തേഡ് മാറ്റി മാറ്റി പഠിപ്പിച്ചു. ടീച്ചിങ് മെത്തേഡ് മാറ്റി പഠിപ്പിച്ചു. എന്നിട്ട് അക്കാഡമിക് അച്ചീവ്മെന്റ് ഏത് മെത്തേഡിലാണ് കൂടുതൽ നല്ലത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. Then matching in terms of mean and standard deviation. ഇത് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംടൈംസ് ഇൻവെസ്റ്റിഗേറ്റ്സ് ഓഫൻ റിസോർട്ട് ടു മാച്ചിങ് ഓഫ് ഗ്രൂപ്പ്സ് ഇൻ ടേംസ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. When it is impractical or impossible to set up groups വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മെയിനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. Then now within subject design. Within subject design means the same individuals are
measured multiple times under different conditions. സെയിം ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഡിഫറെന്റ് കണ്ടീഷനിലൂടെ കൊണ്ടുപോകുന്നത്. ഇവിടെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻറ്റ് സെർവ് ആസ് ദെയർ ഓൺ കൺട്രോൾ സിൻസ് ഈച്ച് പാർട്ടിസിപ്പൻറ്റ് എക്സ്പീരിയൻസ് ഓൾ കണ്ടീഷൻസ്. ദെയർ ബേസ് ലൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി, പ്രയർ എക്സ്പീരിയൻസ് ഇതെല്ലാം ആർ നാച്ചുറലി കൺട്രോൾഡ് ഫോർ അക്രോസ് കണ്ടീഷൻസ്. This significantly reduces the impact of individual differences on the results. Then comparison within individuals. The core of the analysis involves comparing the performance or response of the same participants across different conditions rather than comparing different groups of participants. Different group ne alla nammal edutthathu different ആയിട്ടുള്ള കണ്ടീഷനിലൂടെയാണ് കൊണ്ടുപോകുന്നത്. സെയിം പാർട്ടിസിപ്പന്റിനെ ഡിഫറെന്റ് കണ്ടീഷനിലൂടെ കൊണ്ടുപോകുന്നു. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ ബൈ കൺട്രോളിംഗ് ഫോർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വിതിൻ സബ്ജക്ട് ഡിസൈൻസ് റെഡ്യൂസ് ദ നോയ്സ് ഓർ വേരിയബിലിറ്റി ഇൻ ഡാറ്റ, മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ഡിറ്റക്ട് a true effect of the independent variable. Then fewer participant needed because each participant contributed data to all conditions. എല്ലാ കണ്ടീഷനിലൂടെയും സെയിം പാർട്ടിസിപ്പൻസിനെയാണ് കൊണ്ടുപോകുന്നത്. ജനറലി റിക്വയർ എ സ്മോളർ ഓവറോൾ സാമ്പിൾ സൈസ് വിച്ച് ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ഇൻ ടേംസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് റിസോഴ്സ്. Then efficiency. It can be more efficient to administer multiple conditions to the same person, especially if the setup for each condition is complex. അതിലൂടെ എല്ലാവരെയും കടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ അതേ ആൾക്കാർ തന്നെ മതി, അതേ പാർട്ടിസിപ്പൻസ് മതി. ഐഡിയൽ ഫോർ സ്റ്റഡിങ് ചേഞ്ച് ഓവർ ടൈം. ദിസ് ഡിസൈൻ ഈസ് പർട്ടിക്കുലർലി well suited for longitudinal studies where researchers want to observe how individuals change or respond over an extended period of different interventions. പല ഇന്റർവെൻഷൻസിലൂടെ ഒരേ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ അതൊരു ലോങ് സ്റ്റഡി ആയി 1 വർഷം എടുക്കാം, അല്ലെങ്കിൽ 6 മാസം 1 വർഷം വരെ നമ്മളിത് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് എത്രമാത്രം മാറ്റങ്ങൾ വന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഡിസഡ്വാൻറ്റേജ് ഓഫ് വിത്തിൻ സബ്ജക്ട് ഡിസൈൻ. ക്യാരി ഓവർ എഫക്ട്സ് വരാം, പ്രാക്ടീസ് എഫക്ട്സ് വരാം. Participants might get better at a task simple by doing it multiple times. ഒരേ പേഴ്സണാലിറ്റി ടെസ്റ്റ് പല ടൈം ചെയ്യുമ്പോൾ അവർക്കത് ക്യാരി ഓഫ് പ്രാക്ടീസ് എഫക്ട്സിലേക്ക് വന്നു. ഫെറ്റിക് എഫക്ട്, ഇതല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തത്, പിന്നെ എന്തിനാ ഇപ്പോഴും ചെയ്യുന്നത്, മടുത്തു. പ്രാക്ടീസ് might become tired to or bored, leading decreased performance. Then sensitization അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് എഫക്ട്സ് വരുന്നു. Exposure to one condition might make participants more or less sensitive to the subsequent condition, or they might compare the current condition to previous one. അവിടെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺട്രാസ്റ്റ് എഫക്ട് വരുന്നതായിട്ട് വരുന്നു. Then demand characteristics. Participants might guess the hypothesis of the study and alter their behavior accordingly. 2-3 പ്രാവശ്യമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അവരവരുടെ ബിഹേവിയറിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. നോട്ട് ഓൾവേസ് ഫീസിബിൾ. സം ഇൻഡിപെൻഡന്റ് വേരിയബിൾ കനോട്ട് ബി ഇംപ്ലിമെന്റഡ് വിത്തിൻ സബ്ജക്ട് ഡിസൈൻ. ഫോർ എക്സാമ്പിൾ, if we are studying the effect of this specific educational program, a participant can't realistically be in both the program and no program conditions. അവർക്ക് അതിലൂടെ താല്പര്യം ഇല്ലാണ്ട് പോകുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ടൈം ആൻഡ് റിസോഴ്സ് ഇന്റൻസീവ് per participant. While fewer participants might be needed, overall, each participant need to spend more time in study. നമ്മൾ ഒരേ പാർട്ടിസിപ്പന്റിനെ പല കണ്ടീഷനിലൂടെ കൊണ്ടുപോകണമെങ്കിൽ ഈ പാർട്ടിസിപ്പന്റിന് കുറെ അധികം സമയം ഇവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. ക്യാരി ഓവർ എഫക്ട്സ് വന്നിട്ട് മെമ്മറിയിൽ വരുന്നുണ്ട്, പെർസെപ്ഷൻ സ്റ്റഡീസിലാണെങ്കിലും വരുന്നുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹൗ ഡിഫറെന്റ് ലെവൽസ് ഓഫ് നോയ്സ് അഫക്ട് കോൺസെൻട്രേഷൻ. The same participant perform a task in quiet, moderate noise and loud noise condition. Then drug efficacy and in testing a new medication's effect on anxiety, participants might take a placebo and then after washout period
take the actual medication or vice versa. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. Then therapy effectiveness, measuring patient symptoms before and after specific therapeutic interventionലൂടെ നോക്കേണ്ടതായിട്ട് വരുന്നു. Then the effect of, അടുത്തൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് ഒരു ഹൈപ്പോത്തിസിസ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, റിസർച്ച് ക്വസ്റ്റ്യൻ. ഡസ് ലിസണിങ് ടു ഡിഫറെന്റ് ജനറസ് ഓഫ് മ്യൂസിക്, അതായത് ക്ലാസിക്, റോക്ക് ഓർ നോ മ്യൂസിക്, affect individuals concentration while performing a cognitive task? മൂന്ന് കണ്ടീഷനിലൂടെയും സെയിം സബ്ജക്റ്റിനെ കടത്തിക്കൊണ്ടു പോകണം. അതിനകത്ത് ഹൈപ്പോത്തിസിസ് വന്നിട്ട് certain music genres will lead to better or worse concentration compared to no music. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. അതിന്റെ 3 ലെവലും കൊടുത്തിട്ടുണ്ട്: ക്ലാസിക്കൽ, റോക്ക്, നോ മ്യൂസിക്. ദെൻ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, മെഷേർഡ് ബൈ പെർഫോമൻസ് ഓൺ കോഗ്നിറ്റീവ് ടാസ്ക്, അതായത് നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് ഓൺ എ കോംപ്ലക്സ് പസിൽ, അല്ലെങ്കിൽ എ റീഡിംഗ് കോംപ്രിഹെൻഷൻ ടെസ്റ്റ് കംപ്ലീറ്റഡ് വിത്ത് എ സെറ്റ് ഓഫ് ടൈം. ഇതിനകത്ത് ഓരോ കണ്ടീഷൻസും കൊടുത്തിരിക്കുകയാണ്. പാർട്ടിസിപ്പൻസിനെ എടുത്തിരിക്കുന്നത് എ ഗ്രൂപ്പ് ഓഫ് 30 അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആർ റിക്രൂട്ടഡ് ഫോർ ദി സ്റ്റഡി. ഈ 30 അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ തന്നെ വേണം ഓരോ കണ്ടീഷനിലൂടെയും കൊണ്ടുപോകാൻ. കണ്ടീഷൻസ്: ഈച്ച് ഓഫ് ദി 30 പാർട്ടിസിപ്പൻസ് വിൽ കംപ്ലീറ്റ് ദി കോഗ്നിറ്റീവ് ടാസ്ക് അണ്ടർ ഓൾ 3 കണ്ടീഷൻസ്. ഈ 3 കണ്ടീഷനിലൂടെയും കൊണ്ടുപോവാണ്. കണ്ടീഷൻ 1, ക്ലാസിക്കൽ മ്യൂസിക്, participants complete the task while listening to pre-selected classic music piece. Then condition 2, rock music, participants complete the task while listening to pre-selected rock music. Condition 3, no music, participants complete the task in silence. ഈ പ്രൊസീജിയർ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇതിൽ നമ്മൾക്ക് ഇവരെ കോമൺ മെത്തേഡ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് കൗണ്ടർ ബാലൻസിങ് വേണ്ടിയിട്ട് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. ഇഫ് യു ഹാവ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആൻഡ് കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ within 30 participants, we could have 10 participants do classical, then rock, then no music. Again, next 10 do rock, no music, classical. And last 10 do no music, then classical, then rock. This ensures that each condition appears equally often in each ordinal position. കറക്റ്റ് ആയിട്ട് നോക്കുകയാണ് ചെയ്തത്. ഓരോന്നിനും വേറെ വേറെ, ഓരോ 10-10നും വേറെ വേറെ കണ്ടീഷനിലൂടെ വിട്ടിട്ട് നോക്കുവാണ്. ടാസ്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ദ കോഗ്നിറ്റീവ് ടാസ്ക് വുഡ് ബി ഐഡന്റിറ്റിക്കൽ അക്രോസ് ഓൾ കണ്ടീഷൻസ്, ensuring that any difference in performance are due to the music and not the task itself. Data collection for each participant, their score on the cognitive task will be recorded for each of the 3 music conditions. 2 മ്യൂസിക് കണ്ടീഷനും ഒരു മ്യൂസിക് കണ്ടീഷൻ ഇല്ലാതെ, മ്യൂസിക് ഇല്ലാതെ നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ് യൂസ് ചെയ്യുന്നത് റിപ്പീറ്റഡ് മെഷേഴ്സ് ആണ്. അനോവ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈച്ച് പാർട്ടിസിപ്പന്റ് എക്സ്പീരിയൻസ് ഓൾ ലെവൽസ് ഓഫ് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ എല്ലാ ലെവൽസിലൂടെയും കടന്നുപോയി. പാർട്ടിസിപ്പൻസ് ഹാവ് ദെയർ ഓൺ കൺട്രോൾസ്. Then next, 2 condition within subject design. Example എടുക്കുന്നത് 2 condition within subject design is the simplest form ആണ്. In depth studies ആണ്. ഇതിൽ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നത് ഇത് എഫക്ട് ഓഫ് കഫൈൻ ഓൺ റിയാക്ഷൻ ടൈം. പാർട്ടിസിപ്പൻസിനെ എടുത്തു. പാർട്ടിസിപ്പൻസ് 20 പാർട്ടിസിപ്പൻസ്, ഹെൽത്തി അഡൽട്ട് പാർട്ടിസിപ്പൻസ് ആർ റിക്രൂട്ടഡ്. അവരിൽ നമ്മൾ നോക്കുകയാണ്. A paired sample t-test ആണ് ഉപയോഗിക്കുന്നത്. It is appropriate to statistical analyze for the design as it compares 2 means from the same group individuals. Then why this is 2 condition within subject design? Same participants, both condition. Every single participant acts as their own control. 20 participants ഉണ്ട്, experiencing both the caffeine and no caffeine. Placebo effects നോക്കുന്നുണ്ട്. Then reduced individual differences. This design eliminates the vibratory that would arise from having 2 different group
groups of people, some naturally having faster reaction than others regardless of caffeine. ചിലർക്ക് നാച്ചുറലി തന്നെ അവർക്ക് റിയാക്ഷൻ ടൈം നന്നായിട്ട് പോകുന്നുണ്ട്. ചിലർ കഫൈൻ എടുത്തത്, കഫൈൻ മീൻസ് സ്റ്റിമുലന്റ് ആണ്, അത് എടുത്തതിന്. എനി ഡിഫറൻസ് ഒബ്സർവ്ഡ് ഇൻ റിയാക്ഷൻ ടൈം ഇൻ മോർ ലൈക്ലി ഡ്യൂ ടു ദ കഫൈൻ ഇറ്റ് സെൽഫ് ആസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ എഫക്റ്റീവ്ലി സബ്സ്ട്രാക്റ്റഡ് ഔട്ട്. നോക്കുകയാണ് എത്രമാത്രം കഫൈൻ എടുത്ത് സ്റ്റിമുലന്റ് എടുത്തത് കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ദെൻ എഫിഷ്യൻസി, ഫ്യൂർ പാർട്ടിസിപ്പൻസ് ആർ നീഡഡ് ദാൻ ഇഫ് we were to have one group get caffeine and another group get a placebo. Then between subject design അവിടെ വന്നു കഴിഞ്ഞു. Next, multiple conditions within subject design. Multiple condition ഓടെ പോവാണ്. Multiple condition within subject design, that means multi-level repeated measures design is an extension of basic within subject design, where participants are exposed to 3 or more levels in independent variables. As with two condition design, the same individuals are measured multiple times, once for each condition. Then example, the effect of sleep deprivation levels on cognitive performance. How do different levels of sleep deprivation impact on individuals' cognitive performance? Cognitive performance means vigilance, decision making, memory. എങ്ങനെയാണ് അവരുടെ ഉറക്കത്തിന്റെ ഒരു സമയം? ആ സ്ലീപ്പ് ഹൈപ്പോത്തിസിസ് വന്നിട്ട് ആ സ്ലീപ്പ് ഡിപ്രൈവേഷൻ ഇൻക്രീസ്, കോഗ്നേറ്റീവ് പെർഫോമൻസ് വിൽ ഡിക്ലൈൻ. ഇത്തിരി നേരം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഇൻഡിപെൻഡന്റ് വേരിയബിള് ലെവൽ ഓഫ് സ്ലീപ്പ് ഡിപ്രൈവേഷൻ 8 hours, 10 hours, 12 hours. Then dependent variable cognitive performance score measured using battery of cognitive test, then intelligence test. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അവരുടെ മെഷർ ചെയ്യുന്നു. ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. വിത്തിൻ സബ്ജക്ട് ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ, പാർട്ടിസിപ്പൻസ് എ ഗ്രൂപ്പ് ഓഫ് 25 ഹെൽത്തി അഡൾട്ട്സിനെ എടുത്തു. typically get 7-9 hours sleep per night and have no pre-existing sleep disorders are recruited. അങ്ങനെയുള്ള 25 ഹെൽത്തി അഡൾട്ട്സിനെയാണ് എടുത്തിരിക്കുന്നത്. ഈച്ച് ഓഫ് ദി 25 പാർട്ടിസിപ്പൻസ് will undergo a cognitive testing section under all 3 sleep deprivation condition. ഈ 3 കണ്ടീഷനിലൂടെയും 25 പേരെ നമ്മൾ വിടുകയാണ്. കണ്ടീഷൻ 1 baseline sleep 8 hours, കണ്ടീഷൻ 2 moderate sleep deprivation 10 or 12 hours നമ്മൾ കൊടുക്കുന്നു. കണ്ടീഷൻ 3 significant sleep deprivation 12 hours or 24 hours like that കൊടുക്കുന്നു. Participants complete the cognitive test after being awake 12 hours. അപ്പോൾ നമുക്ക് അവിടെ എത്രമാത്രം പ്രൊസീജിയർ വന്നിട്ട് റിഗോറിയസ് കൺട്രോൾ ഓവർ സ്ലീപ്പ്. ദിസ് ഈസ് പാരാമൗണ്ട്. പാർട്ടിസിപ്പൻസ് വുഡ് ലൈക്ലി നീഡ് ടു ബി monitored in a sleep lab for sleep lab lava or strict at home protocols, using sleep trackers, keeping sleep diaries to ensure accurate adherence to sleep schedules. Then counterbalancing to prevent order effects, participants getting better at the cognitive test for overtime or cumulative effects of deprivation becoming unmanageable. Complete counterbalancing എത്രമാത്രം പറ്റുമോ അത്രയും നോക്കുവാണ്. ഈസ് ഐഡിയൽ ബട്ട് ഓഫൺ ഇൻപ്രാക്ടിക്കൽ വിത്ത് മെനി കണ്ടീഷൻസ്. അപ്പൊ നമ്മൾ അവിടെ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ഉപയോഗിക്കുന്നു. കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ആണ്. ലാറ്റിൻ സ്ക്വയർ ensures that each condition appears equally often in each ordinal position. Example, Latin square 3 conditions, 8 hours, 10 hours and 12 hours. Then group 1 in first A 8 hours കൊടുത്തു, B then group 1 തന്നെ B then 10 hours കൊടുത്തു, then group C കൊടുത്തു 12 hours. Like that again group form ചെയ്തു, group 2 BCA. B means first 10 hours, then C 12 hours, then 8 hours. Then group 3 form ചെയ്തപ്പോൾ CAB ആക്കി. C 12 hours, A 8 hours, B 10 hours. And each group would have roughly 8-9 participants. If you have 25 total ആണെങ്കിൽ അവരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 3 ഗ്രൂപ്പ് ആക്കി. ഗ്രൂപ്പ് 1 A B C, ഗ്രൂപ്പ് B
ഗ്രൂപ്പ് 2 BCA, then ഗ്രൂപ്പ് 3 CAB എന്ന കണ്ടീഷൻസും വെച്ചു. അങ്ങനെ 25 പേരെ 3 ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് എല്ലാ കണ്ടീഷനിലൂടെയും അവരെ കടത്തിക്കൊണ്ട് പോവുകയാണ്. ഇത് എത്ര മാത്രം ഉണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിംഗ്, ദ cognitive tests used in each section would be identical or carefully chosen to be equivalent in difficulty. This time of day for testing should also be consistent across conditions for each participant. Then data collected for each participant. 3 sets of cognitive performance scores will be recorded, one for each sleep deprivation level. ഓരോ ഡിപ്രൈവേഷൻ ലെവലിലും അവർ എത്രമാത്രം അവരുടെ കോഗ്നിറ്റീവ് ലെവലിൽ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കുന്നു. Then expected result and analysis. The researcher would compare each participant's cognitive performance across the 3 sleep deprivation level. For example, participants for 8 hours of sleep would be compared to their score after 10 hours deprivation and their score after 12 hours of deprivation. അത് മൂന്നും തമ്മിലുള്ള കമ്പാരിഷൻസ് നടത്തുകയാണെങ്കിൽ എത്ര മാത്രം വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളത്. ഇവിടെ റിപ്പീറ്റഡ് മെഷേഴ്സ് ആയതുകൊണ്ട് അനലൈസ് ഓഫ് വേരിയൻസ് അനോവ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. Then next year test book, next topic. Then okay. Then factorial design, unit 2, factorial design. Factorial design is type of experimental design that allows research to investigate the effects of 2 or more independent variables. രണ്ടോ അതിൽ കൂടുതലോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെയുണ്ട്. ഓൺ എ സിംഗിൾ ഡിപെൻഡന്റ് വേരിയബിൾ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഓൺ വൺ സിംഗിൾ ഡിപെൻഡന്റ് വേരിയബിൾ സൈമൾട്ടേനിയസ് ആയിട്ടും ഉണ്ട്. What makes particularly powerful is its ability to uncover not only the individual effects of each factor, but also how these factors interact with each other. ഓരോന്നും എങ്ങനെയാണ്. Factor and level. Factors means these are the independent variables that the researcher manipulate to observe. Independent variable നമ്മൾ factors എന്ന് പറയുന്നു. Then factor level ഉണ്ട്. Each factor has at least 2 level. രണ്ടോ മൂന്നോ എണ്ണം ഉണ്ട് ഫാക്ടോറിയൽ ഡിസൈനിൽ. Then അതിൽ തന്നെ ലെവല് each factor has at least 2 levels or conditions. Example, type of therapy is a factor. Its levels might be cognitive behavior therapy, psychoanalytic therapy, അല്ലെങ്കിൽ psychodynamic therapy, then behavior therapy. At least 2 level means type of therapy, cognitive behavior therapy and psychodynamic therapy. Then 2 level. Then factorial design 2 factors. 2/2 നടുക്ക് ഇൻറ്റു ഇട്ടിട്ടാണ് എഴുതുന്നതെങ്കിൽ 2/2 ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. 2 ഫാക്ടേഴ്സ് ഈച്ച് വിത്ത് 2 ലെവൽസ്. Then 2/2 is equal to 4 യൂണിക് എക്സ്പെരിമെന്റൽ കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു. Then 3/2 ഫാക്ടോറിയൽ ഡിസൈൻ ആണെങ്കിൽ 2 ഫാക്ടേഴ്സ്, 1 with 3 levels and 1 with 2 levels. This creates 3 into 2 6 unique experimental conditions. Then 2/2 into 2/2 factorial design 3 factors, each with 2 levels. This creates 2 into 2 into 2 8 unique experimental conditions. 8 conditions. First 2 into 2 factorial design 4 unique experimental condition. 3 into 2 factorial design 2 into 3 6 condition. Then factorial design 2 into 2 into 2. That means 2 into എന്നല്ല പറയുക, 2/2/2 എന്നാണ് പറയുക. Then this creates 8 unique experimental conditions. Then ഇതിനകത്ത് key terms എന്ന് പറയുന്നത് main effects. This separates effects of each independent variable on the independent variable.
averaged across the level of the other independent variables. Example പറയുകയാണെങ്കിൽ in a study of memory, a main effect of study method. അപ്പോൾ മെയിൻ എഫക്ട് ഏതാണെന്നുള്ളത് നോക്കുകയാണ്. ഇവിടെ സ്റ്റഡി മെത്തേഡ് ആണ്. would mean that one study method generally led to better recall than another, regardless of other factors like time of day. ഇതിനകത്ത് മെയിൻ എഫക്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സാമ്പിൾ എടുത്ത് സ്റ്റഡി മെമ്മറിയിൽ മെയിൻ എഫക്ട് വന്നിട്ട് സ്റ്റഡി മെത്തേഡ്. Then interaction effects ഉണ്ട്. This is unique strength of factorial designs. An interaction occurs when the effect of one independent variable on the dependent variable depends on the level of another independent variable. Example പറയുകയാണെങ്കിൽ the study method might be more effective for recall the morning conditions than in the evening condition. For രണ്ടെണ്ണോടെ വന്നു. While another study method shows the opposite pattern. This indicates an interaction between study method and time of day. അപ്പം interaction between study method and time of dayയും അവിടെ വന്നു കഴിഞ്ഞു. അപ്പം മെയിൻ എഫക്റ്റ് interaction effect. Then types of factorial designs. Between subjects factorial design. All independent variables are manipulated between subjects or participants, meaning different groups of participants are exposed to each unique combination of conditions. ഓരോ ഗ്രൂപ്പിനെയും കൊണ്ടുപോവുകയാണ്, ഗ്രൂപ്പിലാണ് ചെയ്യുന്നത്. And that within subject factorial design, all independent variables are manipulated within subjects, meaning the same group of participants experience all unique combinations of conditions. Then mixed factorial designs. Some independent variables are manipulated between subjects while others are manipulated within subjects. അപ്പം 3 രീതിയിലാണ് പോകുന്നത്. ഫസ്റ്റ് വൺ between subjects factorial design. That's manipulated between subjects, meaning different group of participants. Then here within subjects factorial design, all independent variables are manipulated within subjects. Then mixed factorial design, independent variables are manipulated between subjects, then remaining are manipulated within subjects. Then factors, independent variable definition factors. In a factorial design, a factor is an independent variable that the researcher manipulates or observes to see its effects on the dependent variable. It's what you change or categorize in your experiment. Level, each factor has at least 2 levels, which are the different condition of values the factor. Example, in study on learning, study method could be a factor with levels like your rote memorization and active recall. Again, time of day could be another factor with the levels morning and evening. Okay. The next types of factorial design. Between subject factorial design, within subject factorial design, then mixed factorial design. Then first one, between subject factorial design. In between subject factorial design, each participant exposed to only one combination of the independent variable. So, key characteristics: participants are randomly assigned to one of the experimental conditions. This helps ensure to any difference observed between groups are due to manipulated variables. Then here we are using A by B. A is between subjects. The same factor A study method. Adinu 2 levels. Rote memorization versus active recall. Then factor B, time of day, 2 levels, morning study versus evening study. Between subjects factorial design, A into B ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഫാക്ടേഴ്സ് വന്നിട്ട് ഫാക്ടർ എ സ്റ്റഡി മെത്തേഡ്, ഫാക്ടർ ബി ടൈം ഓഫ് ഡേ.
രണ്ടിനും 2 ലെവൽസ്. ഫാക്ടർ എയിൽ സ്റ്റഡി മെത്തേഡിന്റെ ലെവൽസ്, വേർഡ് മെമ്മറൈസേഷൻ ആൻഡ് ആക്റ്റീവ് റീകോൾ. ഫാക്ടർ ബിയിൽ ടൈം ഓഫ് ദ ഡേ 2 ലെവൽസ്, മോർണിംഗ് സ്റ്റഡി ആൻഡ് ഈവനിങ് സ്റ്റഡി. Then decide 2 into 2, and it's calling 2 by 2 between subjects factorial design, resulting 4 unique groups. 2 by 2 4 unique groups വരുന്നുണ്ട്. Group 1 rote memorization plus morning study. Group 2 rote memorization plus evening study. Group 3 active recall plus morning study. Then Group 4 active recall plus evening study. അപ്പോൾ ഓരോരുത്തരും 4 യൂണിക് ഗ്രൂപ്പ്സ് വന്നു. പ്രൊസീജിയർ: a researcher recruits 100 participants. They randomly assign 25 participants each of the 4 groups. Each group then receives instructions and participants in their assigned study conditions. Example: Group 1 learns materials using rote memorization in the morning. Like that, all participants then take the same memory test. Analyze: the researcher would compare the average memory test scores across these 4 independent groups to look for main effects of study method, time of day, and any interaction between them. Same കാര്യങ്ങൾ അതിനകത്ത് നോക്കുന്നു. Okay. Then second, within subjects factorial design, repeated measures are വരുന്നത്. In within subjects factorial design, all participants are exposed to every combination of the independent table. The same group of participants goes through all experimental conditions. Then key characteristics: individual differences among participants are controlled for as each participant serves as their own control. This often leads to increased statistical power and requires fewer participants than a between subjects design. However, it can be susceptible in order effects. Means practice effect varam, fatigue effect varam, carryover effects varam, which often require counterbalancing. The example impact of coffee consumption and task difficulty on reaction time. Factor A, coffee consumption, 2 level of coffee versus 1 cup of coffee. Then factor B, task difficulty, 2 levels, simple reaction task versus complex reaction task. Then dependent variable reaction time measured in milliseconds നമ്മൾ മെഷർ ചെയ്യാണ്. ഡിസൈൻ ചെയ്തു 2 into 2 തന്നെ. എക്സാമ്പിൾ 2 into factorial design same. No coffee plus simple task, no coffee plus complex task. Then 1 cup of coffee plus simple task and 1 cup of coffee plus complex task. Procedure same like that. A researcher recruits 30 participants. Each participant attends for 4 separate sections to control for order effects. The sequence of the 4 conditions is counterbalanced across participants. Here also we are using ANOVA. Then last one, mixed factorial design. A mixed factorial design combines elements of both between subjects and within subjects design. രണ്ടും കൂടി മിക്സ് ആണ്. At least one independent variable is manipulated between subjects, and at least one dependent variable is that. Then key characteristics. This design is common when some variable are inherently between subjects. അതായത് inherently വരുന്നതെന്ന് പറയുമ്പോൾ ജെൻഡർ വരാം, ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആവാം. When it's impractical, like undesirable for participants to experience all level of particular factor. Often described as between subject factor by within subject factor. Example, effectiveness of new therapy across different patients diagnosed over time. Factors, factor A between subjects, patients diagnosed in 2 levels, depression versus anxiety disorder. Factor B within subjects,
time of measurement, 3 levels: pre-treatment, mid-treatment, then post-treatment. Dependent variable, symptom severity score. Example, on a standard questionnaire use ചെയ്തിട്ട് നോക്കുന്നു. Then design, this would be 2 diagnosis, 3 type, mixed factorial design. Group 1 patients with depression measured pre-test, mid-test, and post-test. Group 2 patients with anxiety disorder measured pre-test, mid-test, and post-test. നമുക്ക് കൃത്യമായിട്ടും ആ ഒരു തെറാപ്പി എത്രമാത്രം എഫക്റ്റീവ് ആണ്. പ്രൊസീജിയർ: a researcher recruits 2 groups of participants, one diagnosed with depression and one with anxiety disorder. Then both groups receive the same new therapy. Depression garko, anxiety garko, same therapy. Symptom severity is measured for all participants. എത്രമാത്രം സിമ്പിൾ സിവിയറിറ്റി ഉണ്ടെന്നുള്ളത് നോക്കി. At 3 points, 3 പോയിന്റ് ബേസ് ചെയ്ത്, അതായത് പ്രീ ടെസ്റ്റ്, മിഡ് ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്. Before therapy begins, then midway through therapy, and the after therapy controls. 3 ലെവലിൽ നോക്കി 2 ഡിസോർഡർ. Then the researcher can look at the main effect of diagnosis. Do depression and anxiety patients differ in overall symptom severity across time? എനിക്ക് കാണത്തില്ല. Okay. Then they can look at this main effect of time. Does symptom severity generally change from pre to mid post treatment for everyone? Crucially, they can examine the interaction between diagnosis and time. Does the pattern of symptom change over time? Differ between patients with depression and those with anxiety. Example പറയുകയാണെങ്കിൽ, perhaps depression symptoms show a slower improvement initially, while anxiety symptoms improve more quickly, but then അതിങ്ങനെ നേരെ നിൽക്കുകയാണ്. ആദ്യത്തെ ഡിപ്രഷൻ്റെത് വളരെ പയ്യാണ് കുറഞ്ഞതെങ്കിൽ ആൻസൈറ്റിയുടെ വളരെ വേഗത്തിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് പറയുന്നത്. Factorial design advantage. Yes, advantage of factorial design: efficiency. They allow research to test multiple hypotheses about multiple variables in a single experiment, which is more efficient than conducting separate studies for each variable. Second, realistic understanding. They provide a more comprehensive and realistic understanding of psychological phenomena by examining how variables interact in real-world scenarios. Then, detection of interactions. This is arguably the biggest advantage, as many psychological processes are not simply addictive. The effect of one factor often changes depending on the presence or level of another. Then generalizability. By considering multiple factors, finding can be more generalizable to a wider range of conditions. Then limitations of factorial designs. Complexity. As a number of factors and levels increase, the design and analysis become significantly more complex. Then requiring larger sample sizes and sophisticated statistical methods. അതായത് ANOVA ഉപയോഗിക്കുമ്പോൾ, ANOVA ഉപയോഗിക്കണമെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ കടന്നു പോകുമ്പോഴത്തേക്കും വളരെ കോംപ്ലക്സിറ്റിയിലേക്ക് പോകുന്നു. Then interpretation of high order interaction. Interpreting interactions involving 3 or more factors can be challenging. Then practicing constraints. Running experiments with many conditions can be resource intensive, requiring more participants, time, materials, or limitations. Unit 2 finished. Now Unit 3, Block 3, Unit 3. Quasi-experimental design. Quasi-experimental design is a type of research design that aims to establish a cause and effect relationship between independent variable and dependent variable.
ഇൻഡിപെൻഡന്റ് വേരിയബിൾ ട്രീറ്റ്മെന്റോ ഇന്റർവെൻഷനോ ആകാം. ഡിപെൻഡന്റ് വേരിയബിൾ ഇറ്റ്സ് ഔട്ട്കം. It's similar to a true experiment. However, it differs from a true experiment in one crucial aspect. It lacks a random assignment of participants to experimental and control group. അവിടെയാണ് വ്യത്യാസം വരുന്നത്. Then ഇതിന്റെ key characteristics എന്ന് പറയുന്നത് manipulation of an independent variable. First one, the researcher still introduces or manipulates an independent variable just as true experiment. Then, but there is no random assignment. This is defining characteristic. Participants are not randomly assigned in groups. Instead, they are assigned based on pre-existing conditions, natural groupings, ethical, practical considerations. Then comparison groups. Even without a random assignment, quasi-experiments typically involve at least two groups of comparison. Efforts to control for confounding variables. Research employing quasi-experimental design are keenly aware of the potential or for confounding variables. Confounding variables means other factors that could influence the outcome. Due to the lack of randomization, they use various strategies to minimize this bias, such as matching, selecting groups that are similar as possible on relevant characteristics. Then statistical control, using statistical techniques to account for difference between groups. Then pre-test measuring the dependent variable before the intervention to establish a baseline. ഒരു കൺഫൗണ്ടിങ് വേരിയബിൾസിന്റെ ഇൻഫ്ലുവൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാച്ചിങ് പെയർസിനെ എടുക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സിൽ കൺട്രോൾ ചെയ്യുന്നത്, പ്രീ ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. Then quasi-experimental design. Using pre-existing groups when the independent variable is an inherent characteristics. Some inherent characteristics are something we cannot remove from the existing group membership. അതായത് നമുക്ക് മാറ്റാൻ പറ്റില്ല, ജെൻഡർ മാറ്റാൻ പറ്റില്ല, ഏജ് മാറ്റാൻ പറ്റില്ല, ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രീ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് അവിടെയുണ്ട്. സ്റ്റഡിങ് നാച്ചുറലി ഒക്കറിംഗ് ഇവന്റ്സ്. Then psychological impact of പാൻഡമിക്, ഇപ്പൊ നമ്മൾ കോവിഡിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നത് പോലെ അതേപോലെ. Then practical limitations ഉണ്ട്. റാൻഡം അസൈൻമെന്റ് മേ ബി ഇമ്പോസിബിൾ. അപ്പൊ ഹൈലി ഇംപ്രാക്ടിക്കൽ ആണ്. ഇൻ റിയൽ വേൾഡ് സെറ്റിംഗ്സിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. സ്റ്റഡിങ് ദി എഫക്ട് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. Then ethical considerations. It would be unethical to randomly assign individuals to conditions that may be harmful to deprive them of beneficial treatment. For example, studying the impact of child abuse. അവിടെ റാൻഡം അസൈൻമെന്റ് ഒന്നും നടക്കുകയില്ല. അതിലേക്ക് നമ്മളെ പ്രീ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടാവുന്നതോടെ അത് നോക്കുന്നു. Then types of quasi-experimental design. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് types of quasi-experimental design. First one, non-equivalent group post-test only design. Non-equivalent group, page number 30, types of quasi-experimental design. Non-equivalent group post-test only design. Post-test only design consists of administering an outcome measure to two groups or two program treatment, group and comparison. Example കൊടുത്തിട്ടുണ്ട്. All language program ആണ് അവർ നടത്തുന്നത്. പോസ്റ്റ് ടെസ്റ്റ് ഓൺലിയാണ്. സ്കൂളിലെ ഒരു സെക്ഷൻ എടുത്തു, എ ആൻഡ് ബി. പോസ്റ്റ് ടെസ്റ്റ് മാത്രം കൊടുക്കുന്നു. പോസ്റ്റ് ടെസ്റ്റ് കൊടുക്കുന്നത് ട്രീറ്റ്മെന്റിന് ശേഷമാണ്. ദെൻ വേറെ വേറെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടാണ്. അതായത് അവരുടെ ലാംഗ്വേജ് നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിന് ഫോണിറ്റിക്സ് കൊടുത്തു, ഫോണിറ്റിക്സിൻ്റെ കൊടുത്തു. ദെൻ ലാംഗ്വേജ് പ്രോഗ്രാം വൈൽ ദി അതർ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് റിസീവ്സ് ഫോണിറ്റിക്സ്. ഫസ്റ്റ് ഓൾ ലാംഗ്വേജ് പ്രോഗ്രാം കൊടുത്തു. ദെൻ നടത്തിയത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് നടത്തുന്നത്.
അപ്പൊ ട്രീറ്റ്മെന്റ് വേറെ വേറെ കൊടുത്തിട്ട് രണ്ടു കൂട്ടർക്കും ഒരേ ടെസ്റ്റ്, എന്നിട്ട് പെർഫോമൻസിൽ എന്താണ് വ്യത്യാസം. നേരത്തെ തന്നെ അവർ പെർഫെക്റ്റ് ആയിരുന്നു എങ്കിൽ അവിടെ നമ്മൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസുകൾ കൂടുതലുണ്ടെന്നുള്ളതാണ്. അപ്പം ഈക്വൽ അല്ലാത്ത ഒരു ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. വേറെ വേറെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തത്. പോസ്റ്റ് ടെസ്റ്റ് മാത്രം ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് പോസ്റ്റ് ടെസ്റ്റ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ വന്നിട്ട് നോൺ ഈക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പിനെയാണ് എടുത്തിരിക്കുന്നത്. അതും നോൺ ഈക്വലന്റ് ആയിട്ടുള്ള ഒരേപോലത്തെ കൺട്രോൾ ഗ്രൂപ്പിനെ അല്ല കൊടുത്തിരിക്കുന്നത്, നോൺ ഈക്വലന്റ് ഗ്രൂപ്പിനെയാണ് കൊടുത്തിരിക്കുന്നത്. കൺട്രോൾ ഗ്രൂപ്പാണ്. Then here both a control group and an experimental group is compared. Compare ചെയ്യുന്നത് control group name, experimental group name ആണ്. Then the experimenter could not draw random sample as the school will not permit the experimenter to regroup the classes. അവർ ക്ലാസ് കൊടുത്തു, 10th ഗ്രേഡിന്റെ ക്ലാസ് കൊടുത്തു, പക്ഷെ റീഗ്രൂപ്പ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം റാൻഡം ഗ്രൂപ്പ് അല്ല വന്നത്. Therefore, researchers selected 2 sections of 10th grade because the subjects were not randomly allocated to the 2 groups. We cannot say that groups are equivalent before the experimental manipulation was performed. അവരുടെ പെർഫോമൻസ് കൊടുക്കുകയാണ്. ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോ ട്രീറ്റ്മെന്റ് ആണ്, ഒരു തെറാപ്പിയോ ഒന്നും കൊടുത്തിട്ടില്ല, നോ ട്രീറ്റ്മെന്റ് ആണ്. ദെൻ അവര് ആദ്യം അവരെ കൊണ്ട് 10th ക്ലാസ്സിലെ 2 ഇതിലെ കൊണ്ട് ദ ഡിസൈൻ മേ ബി ഒന്ന് ഒബ്സർവേഷൻ ഗ്രൂപ്പും ഒന്ന് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പുമായിട്ട് കൊടുത്തു. എന്നിട്ട് അവരിൽ എത്ര മാത്രം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി അവർക്ക് ട്രെയിനിങ്, ഒരു ഗ്രൂപ്പിന് പ്രീ ടെസ്റ്റ് എടുത്തതിന് ശേഷം അവർക്ക് ട്രെയിനിങ് കൊടുത്തു. എന്നിട്ട് കൺട്രോൾ ഗ്രൂപ്പില് ട്രെയിനിങ് കൊടുത്തില്ല. എക്സ്പെരിമെന്റ് ഗ്രൂപ്പിന് ട്രെയിനിങ് കൊടുത്തു. ട്രീറ്റ്മെന്റിന് ശേഷം എന്ത് ചേഞ്ച് വന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ട്രീറ്റ്മെന്റ് കൊണ്ടാണോ ചേഞ്ച്, അതോ 2 ഗ്രൂപ്പ് ഏകദേശം ഒരുപോലെ കൺട്രോൾ ഗ്രൂപ്പിനും ഒരേപോലെ ചേഞ്ച് വന്നാൽ എക്സ്ട്രാനിയസ് ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അതല്ലെങ്കിൽ കൺഫൗണ്ടഡ് വേരിയബിൾ കൊണ്ടാണോ കൺട്രോൾ ഗ്രൂപ്പിൽ ചേഞ്ച് വന്നതെന്ന് നോക്കുന്നു. 10th ക്ലാസ്സിലെ 2 ഡിവിഷൻ എടുത്തിട്ട് ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കൊടുത്തു, എയും ബിയും. ബിയിലെ എക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ബിയിലെ സ്റ്റുഡൻസും എയിലെ സ്റ്റുഡൻസും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു, എക്സ്ട്രാനിയസ് ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് വന്നു, കൺഫൗണ്ടഡ് ആയിട്ട് വന്നു. അപ്പോൾ അവിടെ കൺട്രോൾ ഗ്രൂപ്പിലും സെയിം എഫക്ട് വരും. ദെൻ ദ സെപ്പറേറ്റ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് സാമ്പിൾ ഡിസൈൻ. സെപ്പറേറ്റ് ആയിട്ട് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും കൊടുത്ത് സാമ്പിൾ ഡിസൈൻ ചെയ്യാണ്. ഇപ്പോൾ മെയിൽ ഗ്രൂപ്പിന്റെ 2 എണ്ണം എടുത്തു, ഫീമെയിൽ ഗ്രൂപ്പിന്റെ 2 എണ്ണം എടുത്തു. എന്നിട്ട് മെയിൽ ഗ്രൂപ്പില് ഫസ്റ്റ് ഗ്രൂപ്പില് ഗ്രൂപ്പ് 1ന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല. ദെൻ ഗ്രൂപ്പ് 2 മെയിൽ ഗ്രൂപ്പിൽ തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തു. ഒരെണ്ണത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല, ഒരെണ്ണത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തു. അതേപോലെ തന്നെ ഫീമെയിൽ ഗ്രൂപ്പില് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഗ്രൂപ്പ് 1ന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല, ഗ്രൂപ്പ് 2ന് ട്രീറ്റ്മെന്റ് കൊടുത്തു. വീണ്ടും അത് തന്നെ ആവർത്തിച്ച് ചെയ്യുന്നു. അപ്പൊ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നു. അങ്ങനെ ആവർത്തിച്ച് ചെയ്തിട്ട് ഇവിടെ എന്താണ് ഡിഫറൻസ് വന്നതെന്ന് നോക്കുന്നു. ഒന്നുകൂടെ നോക്കാം. വിത്തൗട്ട് ടെക്സ്റ്റ് ബുക്ക്. Non-equivalent group design is one of the most common. It involves comparing more existing groups where one group receives the intervention. Intervention means therapies, and the other serves a comparison group. Pretest is often administered to both groups. Initial difference: comparing the academic performance of students in a school that adopted a new teaching method to students in a similar school that did not. ഒരു കൂട്ടർ കൊടുത്തു, ഒരു കൂട്ടർ കൊടുത്തില്ല, പ്രീ ടെസ്റ്റ് നടത്തുകയാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് പോസ്റ്റ് ടെസ്റ്റ്. പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് വൺ ഗ്രൂപ്പില് എ സിംഗിൾ ഗ്രൂപ്പ് ഈസ് മെഷേർഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻ ഇന്റർവെൻഷൻ. വെൽ സിമ്പിൾ ഇറ്റ് ഹാസ് low internal validity as many other factors could cause the observed change. Measuring a group anxiety level before and after a new mindfulness program. ആദ്യം അവരുടെ anxiety level ചെക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഒരേ ഗ്രൂപ്പില് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്തുകയാണ്. അവർക്ക് മൈൻഡ്ഫുൾനെസ് പ്രോഗ്രാം കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നതാണ്. Then interrupted time series design. Multiple measurement of dependent variable are taken at regular intervals, both before and after an intervention or event. This allows research to observe trends and see if the intervention caused a significant interruption in the trend.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാക്കിംഗ് ദ നമ്പർ ഓഫ് റിപ്പോർട്ടഡ് ഡിപ്രസീവ് എപ്പിസോഡ് ഇൻ എ കമ്മ്യൂണിറ്റി ഫോർ സെവറൽ ഇയേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ന്യൂ മെന്റൽ ഹെൽത്ത് അവയർനെസ് കമ്പയിൻ അവിടെ ഒരു മെന്റൽ ഹെൽത്ത് അവയർനെസ് കമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ നാളുകളായിട്ട് ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ. അപ്പൊ ഇതുകൊണ്ട് എത്ര മാത്രം അവർക്ക് ഡിഫറൻസ് വന്നു എന്നുള്ളത് നോക്കുകയാണ്, ടൈം സീരീസിൽ നോക്കുകയാണ്. പല ടൈമിലായിട്ട് അവർക്ക് കൊടുത്തിട്ട് ടൈം സീരീസിൽ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, കുറെ നാളുകളായിട്ട് ഇവർ ഇത് സഫർ ചെയ്തിരുന്നത് മാറ്റം വന്നു എന്നുള്ളത്. ദ ഡിഗ്രഷൻ ഡിസ്കണ്ടിന്യൂറ്റി ഡിസൈൻ പാർട്ടിസിപ്പൻസ് ആർ അസൈൻ ടു ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ cutoff scores on a pre-test measure. Those above the cutoff receives the intervention and those below do not. രണ്ടായി കൺട്രോൾ ഗ്രൂപ്പ് പോലെ തന്നെ രണ്ടായിട്ട് നിൽക്കുന്നു. അവിടെ എക്സാമിൻ ദി ഇമ്പാക്ട് ഓഫ് സ്കോളർഷിപ്പ് പ്രോഗ്രാം ഓൺ അക്കാഡമിക് പെർഫോമൻസ് by comparing students just above the GPA cutoff, the scholarship to those just below. ഒരു ബൗണ്ടറി വെച്ച് GPA വെച്ച് നോക്കിയിട്ട് അതിന് മുകളിലേക്കും താഴേക്കും ഉള്ളവരുടെ നോക്കുന്നു എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. Then നെക്സ്റ്റ് നിങ്ങളുടെ ബുക്കിൽ തന്നെ ദ ഡബിൾ പ്രീ ടെസ്റ്റ് ഡിസൈൻ. ഒരേ ഗ്രൂപ്പിൽ 2 പ്രാവശ്യം പ്രീ ടെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എക്സ്റ്റേണീസ് ഫാക്ടറിന്റെ എഫക്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡബിൾ പ്രീ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡബിൾ പ്രീ ടെസ്റ്റ് ഡിസൈൻ ഇൻക്ലൂഡ്സ് 2 മെഷേഴ്സ് പ്രയർ ഓഫ് ദ പ്രോഗ്രാം. Consequently, if the program and the comparison group maturing at different rates, we can detect this change from pre-test 1 to pre-test 2. 2 ഈക്വലന്റ് ഗ്രൂപ്പ്സിൽ നമ്മൾ 2 പ്രീ ടെസ്റ്റ് തന്നെ 2 പ്രാവശ്യം പ്രീ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അവിടെ എക്സ്റ്റേണീസ് ഫാക്ടേഴ്സിന്റെ എഫക്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട്. ദെൻ ദ സ്വിച്ചിങ് റിപ്ലിക്കേഷൻ ഡിസൈൻ. സ്വിച്ചിങ് റിപ്ലിക്കേഷൻ ഡിസൈനിൽ 2 ഗ്രൂപ്പാണ്. സ്വിച്ചിങ് റിപ്ലിക്കേഷൻ quasi experiment design is also very strong with respect to internal validity. Here group 1 and group 2. Group 1 ile pre-test, then treatment and post-test. Group 2 ile pre-test but no treatment and post-test. എന്നിട്ട് അത് കമ്പയർ ചെയ്യുകയാണ് എങ്ങനെ എത്രമാത്രം മാറ്റങ്ങൾ വന്നു എന്നുള്ളത്. The mixed factor disorder design with 1 non-manipulated variable. Page number 32. This design can be explained by an experiment. Experiment like a hypothesis that caffeine intake might influence the perception of pain and that the effect may be different in men and women. 25 women took part in 2 sections separated by a week. 25 പേരെ മെനു എടുത്തു, ദെൻ ഫീമെയിലും എടുത്തു അവര്. എന്നിട്ട് കഫെയിൻ ആണ് നോക്കുന്നത്. പാർട്ടിസിപ്പൻസ് ഡ്രാങ്ക് എ കപ്പ് ഓഫ് കോഫി ദാറ്റ് കണ്ടെയ്ൻഡ് കഫെയിൻ ആൻഡ് ഇൻ ദി അതർ സെക്ഷൻ ദേ ഡ്രാങ്ക് ഡീകഫിനേറ്റഡ് കോഫി. ഇൻ ബോത്ത് സെക്ഷൻ ദ പാർട്ടിസിപ്പന്റ് പുട്ട് ദർ നോൺ 2 എണ്ണവും കൊടുത്തു. ഒന്ന് കഫിനേറ്റഡ് ആയിട്ടുള്ളതും ഒന്ന് ഡീകഫിനേറ്റഡ് ആയിട്ടുള്ളത് 2 ഗ്രൂപ്പ്. എക്സാമ്പിള് 2 ഗ്രൂപ്പ് ജെൻഡറിന്റെ തന്നെ എടുക്കാം നമുക്ക്. ഒന്ന് ഡീകഫിനേറ്റഡും ഒന്ന് കഫിനേറ്റഡും. എന്നിട്ട് ഇവരുടെ നോൺ പ്രോമിനന്റ് ഹാൻഡ് ഇവർ കുടിച്ചിരിക്കുന്നത് കഫിനേറ്റഡും ഡീകഫിനേറ്റഡും. എന്നിട്ട് ഇവരുടെ കൈകൾ ഐസ് ക്യൂബിൽ വെക്കുകയാണ്. അപ്പൊ കഫിനേറ്റഡ് ആയിട്ടുള്ളവര് നോട്ടീസബിൾ ആയിട്ട് അവർക്ക് അവിടെ വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുട്ട് ദർ നോൺ ഡോമിനന്റ് ഹാൻഡ് ഇൻ ഐസ് വാട്ടർ ആൻഡ് ടു ഇൻഡിക്കേറ്റ് ദ പോയിന്റ് ഓഫ് ജസ്റ്റ് നോട്ടീസബിൾ പെയർ. എത്ര മാത്രമാണ് അവരിൽ ആ ഒരു പെയിൻ എത്രമാത്രം വന്നു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കഫെയിൻ ആയിട്ടുള്ളവർ ആക്റ്റീവ് ആണ്, അത് സ്റ്റിമുലന്റ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അവിടെ ഒരുപാട് ഡിഫറൻസ് വേണം. ദിസ് മിക്സഡ് ഫാക്ടോറിയൽ ഡിസൈൻ ബിക്കോസ് ഇറ്റ് ഹാസ് 1 ബിറ്റ്വീൻ സബ്ജക്ട് വേരിയബിൾ ജെൻഡറിന്റെ ഉണ്ട് ആൻഡ് 1 വിത്ത് സബ്ജക്ട് വേരിയബിൾ കഫെയിൻ ഉണ്ട്. ഒന്ന് മെയിലും ഫീമെയിലും എടുത്തു, ദെൻ കഫെയിൻ ആൻഡ് ഡീകഫെയിൻ എടുത്തു. എന്നിട്ട് കഫെയിന്റെ എത്രമാത്രം സ്റ്റിമുലന്റ് ഉണ്ട്, ദെൻ ഐസ് വാട്ടറിൽ കൈവച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കി. ദെൻ ഇന്ററപ്റ്റഡ് ടൈം സീരീസ് ഡിസൈൻ എടുത്തു. ടൈം സീരീസ് ഡിസൈനില്
pre-testing and post-testing in one group of subject and done at different intervals. That means time design the purpose might be to determine a long-term effect treatment. Therefore, the number of pre-test and post-test can be from one each of many. Treatment effective for pre-test and for or more than pre-test and post-test use ചെയ്തു ട്രീറ്റ്മെന്റ് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ് ടെസ്റ്റും അതുപോലെ 4 4-ൽ-അധികമോ ചെയ്തു നോക്കി. Then multiple time series design. One group receives treatment and the other group does not receive the treatment. In this aspect, the control group ne vechu. Then ഇവിടെ multiple pre-test treatment, multiple post-test treatment. But comparison ഉണ്ട്. രണ്ടാമത്തേതില് multiple pre-test ഉണ്ട്, but not treatment, multiple post-test. എത്ര ട്രീറ്റ്മെന്റ് ഫസ്റ്റിൽ എക്സ്പെരിമെന്റ് ഗ്രൂപ്പിന് മൾട്ടിപ്പിൾ പ്രീ ടെസ്റ്റും ട്രീറ്റ്മെന്റും മൾട്ടിപ്പിൾ പോസ്റ്റ് ടെസ്റ്റും കൊടുത്തു. അതേസമയത്ത് കൺട്രോൾ ഗ്രൂപ്പിന് മൾട്ടിപ്പിൾ പ്രീ ടെസ്റ്റ് കൊടുത്തു, നോ ട്രീറ്റ്മെന്റ്, മൾട്ടിപ്പിൾ പോസ്റ്റ് ടെസ്റ്റ് കൊടുത്തു. എന്നിട്ട് കമ്പയർ ചെയ്തു എത്രമാത്രം എന്നുള്ളത്. ദെൻ അഗെയിൻ റിപ്പീറ്റഡ് ട്രീറ്റ്മെന്റ് ഡിസൈൻ. ഹിയർ ഇറ്റ് ഈസ് pre-test 1, then treatment, then post-test, then finished withdrawal, then again pre-test, then treatment, post-test. നമ്മൾ ഡിപ്രഷൻ പേഷ്യന്റിനെ എടുത്തു, pre-test ചെയ്തു, ട്രീറ്റ്മെന്റ് കൊടുത്തു, പോസ്റ്റ്-ടെസ്റ്റ് കൊടുത്തു, then ഫിനിഷ് ചെയ്തു, കഴിഞ്ഞ് withdrawal ആയി അവരെ വിട്ടു. then വീണ്ടും അവര് 6 മാസം കഴിഞ്ഞപ്പം വീണ്ടും വന്നു. അപ്പൊ വീണ്ടും pre-test എടുത്തു, ട്രീറ്റ്മെന്റ് കൊടുത്തു, പോസ്റ്റ് ടെസ്റ്റ് ചെയ്തു, വിത്ഡ്രോവൽ ചെയ്തു. അതാണ് റിപ്പീറ്റഡ് ട്രീറ്റ്മെന്റ് ഡിസൈൻ. ദെൻ കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. ഇവിടെ നമ്മൾ എടുക്കുന്നത് സച്ച് ഡിസൈൻസ് ആർ ക്രോസ് ഓവർ ഡിസൈൻസ്. ദ നെയിം കൗണ്ടർ ബാലൻസ് വാസ് ഗിവൺ ബൈ അണ്ടർവുഡ് ആണ് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഇൻ ദിസ് ഡിസൈൻ ദ എക്സ്പെരിമെന്റൽ കൺട്രോൾ അച്ചീവ്ഡ് ബൈ റാൻഡംലി അപ്ലൈയിങ് എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ്. ഒരു 4 ഗ്രൂപ്പിനെ എടുത്തു, 4 ട്രീറ്റ്മെന്റും എടുത്തു, 4 ഗ്രൂപ്പും എടുത്തു, 4 ട്രീറ്റ്മെന്റും എടുത്തു. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, അങ്ങനെ 4 ഗ്രൂപ്പ് എടുത്തു. 4 ഗ്രൂപ്പിനും വേറെ വേറെ ട്രീറ്റ്മെന്റ് കൊടുത്തു. സീക്വൻസും വേറെയാണ്, ട്രീറ്റ്മെന്റും വേറെയാണ്. ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ഗ്രൂപ്പിന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുത്തു. ദെൻ ഗ്രൂപ്പ് എക്ക് CBT ഫസ്റ്റ് കൊടുത്തു. സെക്കൻഡ് കൊടുത്തത് REBT. തേർഡ് കൊടുത്തത് CBT, REBT. മൂന്നാമത് കൊടുക്കാൻ പോണത് സൈക്കോ അനലിറ്റിക്. നാലാമത് ഒക്യുപേഷണൽ തെറാപ്പി. അങ്ങനെ 4 തെറാപ്പി ഗ്രൂപ്പ് എക്ക് കൊടുത്തു. ഗ്രൂപ്പ് ബിക്ക് ആദ്യം റാഷണൽ ഇമോട്ടീവ് തെറാപ്പി കൊടുത്തു, പിന്നെ ഒക്യുപേഷണൽ തെറാപ്പി കൊടുത്തു, പിന്നെ CBT കൊടുത്തു, പിന്നെ സൈക്കോ അനലിറ്റിക് തെറാപ്പി കൊടുത്തു. ഗ്രൂപ്പ് സിക്ക് ആദ്യം സൈക്കോ അനലിറ്റിക് തെറാപ്പി കൊടുത്തു, ദെൻ CBT കൊടുത്തു, ദെൻ ഒക്യുപേഷണൽ തെറാപ്പി കൊടുത്തു, ദെൻ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി കൊടുത്തു. ദെൻ ഗ്രൂപ്പ് ഡിക്ക് ഫസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പി കൊടുത്തു, സെക്കൻഡ് അവർക്ക് സൈക്കോ അനലിറ്റിക് തെറാപ്പി കൊടുത്തു, ദെൻ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി കൊടുത്തു, ലാസ്റ്റ് CBT കൊടുത്തു. ഇങ്ങനെ മാറി മാറി 4 ഗ്രൂപ്പിന് ഒരേ ട്രീറ്റ്മെന്റ് പല രീതിയിലായിട്ട് കൊടുത്തു. ഓക്കെ. എക്സ്പെരിമെന്റൽ ക്വാസി എക്സ്പെരിമെന്റലാണ് ഇപ്പൊ പറഞ്ഞത്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. അഡ്വാൻറ്റേജ്. ഫസ്റ്റ് വൺ, true experimental design are often considered gold standard. That means for establishing cause and effect, quasi-experimental design offers significant advantages. Ethical feasibility is perhaps the most significant advantage in research areas. It would be unethical to randomly assign participants to conditions that could be harmful, deprive them
of a beneficial treatment of or expose them to risks. Example, it would be unethical or randomly assign children to a child abuse group and a no child abuse group to study the long-term psychological effects. Then quasi-experimental design allows research to study pre-existing groups. And ഒരു advantage ആണ്. Individuals who have experienced abuse versus those who haven't. Then, for example, then practicability and real-world applicability. ഹൈ എക്സ്റ്റേണൽ വാലിഡിറ്റി അല്ലെങ്കിൽ എക്കോളജിക്കൽ വാലിഡിറ്റി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. റിയൽ വേൾഡ് സെറ്റിംഗിൽ ക്വാസി എക്സ്പെരിമെന്റ് ഓഫൺ ടേക്ക് പ്ലേസ് ഇൻ നാച്ചുറൽ അല്ലെങ്കിൽ റിയൽ വേൾഡ് എൻവയൺമെന്റ്, സ്കൂള്, ക്ലിനിക്ക്, കമ്മ്യൂണിറ്റീസ്, വർക്ക് പ്ലേസിലൊക്കെ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്നു. ദിസ് മീൻസ് ദ ഫൈൻഡിങ്സ് ആർ മോർ ലൈക്ലി ടു റിഫ്ലക്ട് ഹൗ ഇന്റർവെൻഷൻസ് ഓർ ഫിനോമിന ഓപ്പറേറ്റ് ഇൻ എവരിഡേ കണ്ടീഷൻസ്. അതുകൊണ്ട് തന്നെ അതിന് ജനറലൈസബിലിറ്റിയും കിട്ടുന്നു. Because they involve real population and context. The result of quasi-experiment tend to have higher external validity, meaning they are more generalizable to broader population and situations than finding from highly controlled, അതായത് എക്സ്പെരിമെന്റൽ ലാബിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് കൺട്രോളബിൾ ആയിട്ട് ഇതിൽ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റഡിങ് എക്സിസ്റ്റിംഗ് ഇന്റർവെൻഷൻസ്, they are ideal for evaluating the impact of program, policies or interventions that are already in place or that cannot be randomly assigned. ഒരു ന്യൂ ഗവൺമെന്റ് പോളിസി അല്ലെങ്കിൽ ഒരു കരിക്കുലം ചേഞ്ചസ് ഇൻ സ്കൂൾ സിസ്റ്റം, ഇതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഇന്റർവെൻഷൻസിലൂടെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് റിസോഴ്സ് എഫിഷ്യൻസി. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ക്യാൻ ഓഫൺ ബി ലെസ് എക്സ്പെൻസീവ് ആൻഡ് ലെസ് റിസോഴ്സ് ഇന്റൻസീവ് ദാൻ ട്രൂ എക്സ്പെരിമെന്റ്സ്. They frequently utilize existing groups. ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട റാൻഡം ഗ്രൂപ്പ് ഒന്നും വേണ്ട, അവിടെ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ ഡാറ്റ കളക്ഷൻ ഓർ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്, റെഡ്യൂസിംഗ് ദി നീഡ് ഫോർ എക്സ്റ്റൻസീവ് റിക്രൂട്ട്മെന്റ്, സെറ്റപ്പ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ദാറ്റ് ആർ കോമൺ ഇൻ ലാബോറട്ടറി സെറ്റിംഗ്സ് എല്ലാം അവർക്ക് ഒഴിവായിട്ട് കിട്ടുന്നു. ദെൻ എബിലിറ്റി ടു സ്റ്റഡി നാച്ചുറലി ഒക്കറിംഗ് ഫിനോമിന. Many psychological phenomena cannot be manipulated or created in a laboratory. Example പറയുകയാണെങ്കിൽ long term effects of natural disasters, the impact of significant life events, the development of personality traits over time. ഇതൊന്നും ഒരിക്കലും ഒരു ലാബിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം ക്വാസി എക്സ്പെരിമെന്റ്സ് അലോസ് റിസർച്ച് ടു ഇൻവെസ്റ്റിഗേറ്റ് ദിസ് കോംപ്ലക്സ് അല്ലെങ്കിൽ നാച്ചുറലി ഒക്കറിംഗ് ഇവന്റ്സ്. ദെൻ ലോങ്റ്റ്യൂഡൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, വളരെ സമയമെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ, എസ്പെഷ്യലി ടൈം സീരീസ് ഡിസൈൻസ്, ആർ വെൽ സ്യൂട്ടഡ് ഫോർ ലോങ്റ്റ്യൂഡൽ സ്റ്റഡീസ്, allowing research to track changes in variable over extended periods. This is crucial for understanding developmental process, the long-term impact of interventions, or how ട്രെൻഡ്സ് ഇവോൾവ്. ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ CBT, അത് 6 മാസം കൊണ്ടാണ് നമുക്ക് CBTയുടെ എഫക്റ്റ് കിട്ടുന്നതെങ്കിൽ അത് എത്രയും നാളും നമുക്കത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടുന്നു. ഇനി ഒരു ന്യൂ ട്രെൻഡ്സിനെ കുറിച്ച് എങ്ങനെയാണത് യങ് ജനറേഷന് ബാധിച്ചിരിക്കുന്നത് അത് നോക്കുന്നു. ഇൻസൈറ്റ് ഇൻ ടു കോംപ്ലക്സ് സോഷ്യൽ ഇഷ്യൂസ്. ഇവിടെ കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസോ ഇന്റർവെൻഷൻസോ ഒക്കെ വന്നാൽ ക്വാസി എക്സ്പെരിമെന്റൽ research provides a robust framework for investigating these issues where strict experiments control is impossible. ഒരിടത്ത് സോഷ്യൽ ഇഷ്യൂസ് പോയി നോക്കണമെങ്കിൽ ഒരിക്കലും ലാബറട്ടറിയിൽ പറ്റില്ല, ക്വാസി എക്സ്പെരിമെന്റൽ പോലെയാണ്. നമുക്കത് ഡിസൈറബിൾ ആയിട്ട് അവിടെ എക്സ്പെരിമെന്റ്സ് അൺഡിസൈറബിൾ ആണെങ്കിൽ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹെൽപ്പ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ theoretical understanding and real application. Then stronger causal inferences than non-experiential designs. While not as strong as true experiments, quasi-experiments still aim to establish causal links by manipulating an independent variable and comparing groups. They employ various techniques like pretesters, matching, statistical controls, and time series analysis to minimize the impact of confounding variables.
making their causal inferences stronger than purely observable and correlational studies. Causal experimental research ഒത്തിരി എന്താ പറയുക കുറച്ചുകൂടി ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും എക്സ്പെരിമെന്റൽ റിസർച്ചിനേക്കാൾ. Then the last chapter, last unit, other designs, correlation designs and comparative designs. Correlational research is valuable tool ആണ് സൈക്കോളജിയില് for identifying relationship between variables. Correlational research ഉപയോഗിക്കുന്നത് identify a relationship between two variables, generating hypotheses for future experimental research and making predictions. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ correlation ഉപയോഗിക്കുന്നത്. Then association between two variables, correlation research design ഉപയോഗിക്കുന്നു കേട്ടോ. Then correlation research design measure the exploring the association between two or more variables. It's non-experimental approach that aims to identify whether a relationship true or not, and so its strength and direction, without the researcher manipulating or controlling any of the variable. Or researcher manipulate ഒന്നും ചെയ്യുന്നില്ല. Then look, association between two variables, correlation research, measurement of variables. First, quantitative variables. Example, scores of an anxiety questionnaire, number of hours of slept, IQ scores, income level, academic grades. ഇതെല്ലാം നമ്മൾ കോറിലേഷണൽ റിസർച്ചിൽ നമ്മൾ നോക്കുവാണ്. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, മെഷറബിൾ ആണ്. ദെൻ കാറ്റഗറിക്കൽ വേരിയബിൾ ക്യാൻ ഓൾസോ ബി ഇൻക്ലൂഡഡ് ത്രൂ റിലേഷൻഷിപ്പ് ഓഫ് ആൻ അനലൈസ് ഡിഫറെന്റ്ലി, ജെൻഡർ ആൻഡ് സ്ട്രെസ് ലെവൽ. അവിടെ നമ്മൾ കോറിലേഷണൽ റിസർച്ച് ചെയ്യാൻ പറ്റും. Then data collection. Data collection is data be collected through various methods depending on the variables being studied. അപ്പോൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവേസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ് യൂസ് ചെയ്യാം. ദിസ് വെരി കോമൺ മെത്തേഡ് where participants self-report on their attitudes, behaviors, and experience. Then naturalistic observation ചെയ്യാം. Researchers observe and record behaviors in its natural setting without interference. Then archival research ചെയ്യാം. Analyzing existing data. Example, school records നോക്കാം, hospital data നോക്കാം, census data നോക്കാം. Then statistical analysis, correlation അല്ലെങ്കിൽ coefficient, statistical analysis. Once the data of both variable is collected from a group of participants, then statistical analysis is performed to quantify the relationship. The most common statistical measure used in correlation coefficient, often represented by the letter R. R for Pearson's R when dealing with the linear relationship between two quantitative variables. രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിനെ നമ്മൾ പിയേഴ്സൺസ് ആർ ഫാക്ടർ കൊണ്ട് നമ്മൾ ചെയ്യുന്നു. ദ കോറിലേഷൻ കോഫിഷ്യന്റ് പ്രൊവൈഡ്സ് ടു കീ പീസസ് നമുക്ക് തരുന്നുണ്ട്. ഒന്ന്, ഡയറക്ഷൻ ടു റിലേഷൻഷിപ്പ്, പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അവിടെ നമ്മൾ പോസിറ്റീവ് ആർ നമ്മൾ ഉപയോഗിക്കുന്നത്. ആസ് വൺ വേരിയബിൾ ഇൻക്രീസസ് ദ അതർ വേരിയബിൾ ഓൾസോ ടെൻഡ്സ് ടു ഇൻക്രീസ്. ഒരു വേരിയബിൾ കൂടുമ്പോൾ അടുത്ത വേരിയബിളും കൂടുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോർ സ്റ്റഡി അവേഴ്സ്, ഹയർ എക്സാം സ്കോർസ്. കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചിട്ട് കൂടുതൽ സ്കോർ വരുന്നു. ദെൻ നെഗറ്റീവ് കോറിലേഷൻ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻ മൈനസ് സ്മോൾ ആർ. ആസ് വൺ വേരിയബിൾ ഇൻക്രീസസ് ദ അതർ വേരിയബിൾ ടെൻഡ്സ് ടു ഡിക്രീസ്. മോർ അവേഴ്സ് വാച്ചിങ് TV, ലോവർ അക്കാഡമിക് പെർഫോമൻസ്. എക്സാമ്പിൾ വന്നിട്ട്. ദെൻ സീറോ കോറിലേഷൻ, ആർ that means are near to zero. No consistent relationship between the variable or relationship ഇല്ലാത്ത രീതിയിൽ പോകുന്നു. ഇനി സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പ് നോക്കുവാണെങ്കിൽ കോറിലേഷനിൽ the absolute value of R indicates the strength. ആറിന്റെ സ്ട്രെങ്ത് നോക്കിയിട്ടാണ്. Values closer to plus 1.00 or minus 1.00 indicates
strong relationships. Okay, values closer to 0 indicates a weak or no relationship. Then, for example, an R is equal to 0.80 indicates a strong positive correlation, while an R is equal to minus 0.20 indicates a weak negative correlation. Then correlation in visualization, scatter plots. Scatter plots means graph. Yes, scatter plot is a visual representation of the relationship between two quantitative variables. Each point on the graph represents a pair of scores of an individual. അപ്പോൾ ആ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് മുകളിലോട്ടാണോ താഴേക്കാണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. The pattern of the points on the scatter plot helps to visually assess the direction and strength of the correlation. Points performing an upward trend suggest positive correlation. Then points forming downward trend suggests a negative correlation. Points scattered randomly suggests zero correlation. അപ്പൊ നമ്മൾ ഗ്രാഫിലും നോക്കുന്നു. വിഷ്വലൈസേഷൻ, സ്കാറ്റർ പ്ലോട്ട്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ കോറിലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. Then correlation does not equal causation. ഇവിടെ it's crucial to state that correlational research can only establish an association or relationship between variables. It cannot prove a cause and effect link. There are several reasons for this, but first one, directionally problem. If X and Y are correlated, does X causes Y or does causes Y? Or നമുക്ക് പറയാം does Y causes X അല്ലെങ്കിൽ X causes Y. ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്ത് വന്നു? Xഉം Yയും are correlated ആണ്. Does X cause Y or does Y cause X? Correlational research cannot determine the direction of causality. Then third variable problem. നേരത്തെ കുറേ പ്രാവശ്യം കണ്ടതാണ് confounding variables. There might be an unmeasured third variable. We put Z for that. That is influencing both X and Y, making them appear weighted when they are not directly causing each other. വേറെ ഒന്നുമില്ല, പക്ഷെ confounded variable വന്നിട്ട് അവിടെ variations വരുത്തുന്നു. Okay. Despite this limitation, correlation research next advantage ഉണ്ട്. Identifying potential relationship, first advantage. It can severe as first step to identify variables that might be causally related, leading to further experimental research. Potential relationship കിട്ടുന്നുണ്ട്, ഫർദർ റിസർച്ചിന് വേണ്ടിയിട്ട് എക്സ്പെരിമെന്റൽ റിസർച്ചിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഡിങ്ങും കിട്ടുന്നുണ്ട്. Then making predictions. If strong correlation exists, knowing the value of one variable can help predict the value of the other. നമ്മളുടെ എക്സാമ്പിളും കണ്ടായിരുന്നു നേരത്തെ. One variable increase, the other variable increase എന്നും പറഞ്ഞു. അപ്പൊ നമ്മളവിടെ ആ റിലേഷൻഷിപ്പ് നോക്കിയിരുന്നു. അതായത് 1 hours more hours watching TV, lower academic performance. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ prediction പറ്റി. Studying variables that cannot be ethically or practically manipulated. For instance, studying the relationship between personality traits and life outcomes. നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അത് cannot be ethically or practically manipulated ആണെങ്കിൽ പോലും നമുക്കതിൽ സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നു. Then association between more than two variables. More than two variables correlational research. When researcher is interested in the association between more than two variables, they move to the realm of multivariate correlation analysis. This is powerful set of statistical techniques that allows for much richer and more complex understanding of relationship within a data set, going beyond simple
two variable correlation. Here is the key techniques used in the association between more than two variables, multiple regression analysis use to predict the value of single dependent outcome variable based on the values of two or more independent predictor. രണ്ടോ മൂന്നോ predictor അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ dependent variable outcome എന്ത് വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. It examines how multiple predictors together explain the variance in outcome variable and the unique contribution of each predictor. Then how it works? It builds a statistical model, a regression equation that calculates the best fitting line and to describe the relationship. For example, predicting academic success dependent variable based on hours studied. First point, then IQ scores and test anxiety. മൂന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വന്നു. മൂന്നിനും കൂടി ഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാനുള്ളത് അക്കാഡമിക് സക്സസ് ആണ്. Then you consider see which of these factors is the stronger predictor and how much variance academic success is experienced by three together. All three together എങ്ങനെ വന്നു? ഔട്ട്പുട്ട് R squared R2 represents the proportion of variance in the dependent variable that is explained by all the independent variables combined. Then regression coefficient it indicates the strength and direction of the unique relationship between each independent variable and the dependent variable while controlling for the other independent variable in the model. Then second one, partial correlation. To measure the linear association between two variables while statistically controlling for the influence of one or more other variables. How it works is that essentially removes the variance that the control variables share with the two variables of interest, then calculate the correlation between the remaining portions of two variables. Example പറയുകയാണെങ്കിൽ we might find a positive correlation between ice cream scales and crime rates. രണ്ടും തമ്മിലുള്ള correlation ചെയ്യാൻ using partial correlation ഉപയോഗിച്ച് then we could control the temperature. If the correlation between ice cream sales and crime rates became non-significant when temperature is controlled, it suggested that temperature is confounding variable explaining the original spurious correlation. അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? partial correlation. അപ്പോൾ നമുക്ക് outcome കിട്ടും a partial correlation coefficient which indicates the relationship between two variables after accounting for the influence of third variable. Then next one വന്നിട്ട് canonical correlation analysis. To identify and quantify the relationship between two sets of variables. It finds linear combination of variables from each set that are maximally correlated with each other. That means canonical correlation analysis CCA creates canonical variations, composite scores for each set of variables, such as the correlation between these variations is maximized. Example പറയുകയാണെങ്കിൽ a researcher might have a set of personality traits, some extroversion, introversion, neuroticism, openness, and a set of social engagement variables, number of friends, frequency of social gatherings, participation in clubs. വേരിയബിൾസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സും വന്നു, അതേപോലെ തന്നെ സോഷ്യൽ എൻഗേജ്മെന്റ് വേരിയബിൾസും വന്നു. ദെൻ സെറ്റ് ഓഫ് പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ എക്സ്ട്രോവേർഷൻ, ന്യൂറോട്ടിസം, ഓപ്പൺനെസ് 3 വേരിയബിൾസ് അതിനകത്ത് വന്നു. ദെൻ സോഷ്യൽ എൻഗേജ്മെന്റ് വേരിയബിൾസിൽ നമ്പർ ഓഫ് ഫ്രണ്ട്സ്, frequency of social gatherings, and participation in clubs. Then CCA could explore the underlying relationship between these two sets of all variables. Then output CCA similar to Pearson's R but for the created variates, and information about which original variables contribute most of this maximally correlated variance. ഇതിൽ ഈ 6 എണ്ണത്തിൽ ഏതൊക്കെ തമ്മിലാണ് കൂടുതലായിട്ട്
ഏതാണ് കൂടുതൽ വരുന്നതെന്നുള്ളത് നോക്കുന്നു. Then factor analysis, exploratory factor analysis purpose to identify underlying latent constructs or factors that explain the correlation among larger set of observed variables. It's about data reduction and discovering structure. Towards looks for patterns correlating among many variables, suggesting that these variables might be measuring same under unobserved concept. For example, a questionnaire with 30 items designed to measure depression. Then factor analysis അല്ലെങ്കിൽ EFA, exploratory factor analysis, might reveal that 30 items actually cluster into few underlying factors such as mood, ഒന്ന് മൂഡ് ഡിസ്റ്റർബൻസ്, 2 സൊമാറ്റിക് സിംറ്റംസ്, 3 കോഗ്നിറ്റീവ് സിംറ്റംസ്. ഓരോന്നിനും 10 ഇടുവാണെങ്കിൽ 3 ഫാക്ടേഴ്സും കൂടെ 30 ഐറ്റംസ് വന്നു. Then with these items related to each factor correlating highly with each other. ഏത് ഫാക്ടറാണ് ഏത് ഫാക്ടറിനോട് ഹൈലി കോറിലേറ്റഡ് ആയിട്ട് പോകുന്നു എന്ന് നോക്കുന്നു. ക്വസ്റ്റ്യനറിൽ കണ്ടെയ്ൻസ് 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 30-ൽ 10 മൂഡ് സ്വിങ്സിനെയും മൂഡ് ഡിസ്റ്റർബൻസിനെയും 10 സൊമാറ്റിക് സിംറ്റംസിനെയും 10 കോഗ്നേറ്റീവ് സിംറ്റംസിനെയും ആയിരുന്നു. അപ്പൊ ഹൈലി കോറിലേറ്റഡ് ഏതാണെന്നുള്ളത് കാണുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലസ്റ്റർ അനലൈസിസ്. ക്ലസ്റ്റർ അനലൈസ് ചെയ്യുന്നത് ടു ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ഓർ ഒബ്സർവേഷൻ ഇൻ ടു ക്ലസ്റ്റർ ബേസ്ഡ് ഓൺ ദ similarity across multiple variables. Then how it works, it uses algorithms to identify natural grouping within the data where individuals within the cluster are more similar to each other than the individuals in other clusters. An example, grouping consumers based on their purchasing habits, and patients based on their symptoms profiles across the range of demographic and behavior variables. Grouping consumers based on their purchasing habits. Weekly അവർ വന്നിട്ട് ഒരു 10,000 പർച്ചേസിങ് ക്ലോത്ത് പർച്ചേസിങ് നടത്തുകയാണ്. ഒരേപോലത്തെയാണ്, ഒരേ ഹാബിറ്റ്സ് ആണ്. ഒരു 30 പേരെ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഹാബിറ്റ്സിലായിട്ടുള്ള ഒരേ രീതിയിൽ അവർ വരുന്നു. അപ്പൊ അത് നമ്മൾ എടുക്കുകയാണ്. അവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. Next, why use multivariance correlation designs? Holistic understanding. They allow the psychologists to examine complex interrelationship that exists in the real world rather than just isolated to variable connections. Correct, all variables തമ്മിലുള്ള relations മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. Then efficiency. They enable research to analyze multiple variables simultaneously, which more efficient than running numerous Bayesian correlations. Then hypothesis generation. By revealing patterns and association, they can generate a hypothesis for future experiment research. ഫ്യൂച്ചർ എക്സ്പെരിമെന്റ് റിസർച്ചിനായിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. Then prediction. Strong multivariance models can be powerful for predicting outcomes. ഇതിങ്ങനെ ചെയ്താൽ ഇതിന് ഇന്നതായിരിക്കും. കുട്ടികൾ കൂടുതൽ സമയം TV കാണുകയാണെങ്കിൽ അവരുടെ സ്റ്റഡീസിനെ അത് ബാധിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സ്റ്റഡീസ് ബാക്ക്വേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു. തിയറി ഡെവലപ്മെന്റ്. They help in developing a refining psychology theories by identifying underlying constructs and how they relate to observed phenomena. നേരത്തെ നമ്മൾ നോക്കിയതുപോലെ, അതായത് റിസർച്ച് ചെയ്തിരുന്നത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, എക്സ്ട്രോവേർഷനും ന്യൂറോട്ടിസവും ഓപ്പൺനെസ്സും എങ്ങനെയാണ് നമ്പർ ഓഫ് ഫ്രണ്ട്സ്, ഫ്രീക്വൻസി ഓഫ് സോഷ്യൽ ഗാദറിംഗ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലബ്സ്, അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയോട്ട് പോകാം, ഒരു തിയറി ഡെവലപ്മെന്റിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. Then, what are the qualities used in assessing correlational design? First, internal validity. Internal validity are still crucial for assessing validity of observed correlation. First, clear authorization of variables. Are the variables clearly defined and measured in a way that accurately reflects the constructs they are intended to represent?
അപ്പൊ അവിടെ നമുക്കൊരു ക്ലിയർ ഓപ്പറേഷണലൈസേഷൻ കിട്ടുന്നുണ്ട്. വേരിയബിൾസ് ഇന്റേണൽ വാലിഡിറ്റി ആണ് പറയുന്നത്. ദെൻ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അതിനകത്ത് വരുന്നില്ല. റിയലബിലിറ്റി ഓഫ് മെഷേഴ്സ് ആർ ദി ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ വേരിയബിൾ കൺസിസ്റ്റന്റ് ആൻഡ് ഡിപ്പെൻഡബിൾ. അത് നോക്കുന്നു. അതിന്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടി. ദെൻ ടെസ്റ്റ് റീടെസ്റ്റ് വാലിഡ് റിലയബിലിറ്റി ഉണ്ടോ? ഡു പാർട്ടിസിപ്പേറ്റ്സ് ഗെറ്റ് സിമിലർ സ്കോർസ് if they take the test again under similar conditions? Then internal consistency. Do different items within a scale questionnaire measuring anxiety measure the same underlying construct consistently ഉണ്ടോ എന്നുള്ളൂ. അതിന്റെ റിലയബിലിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ വാലിഡിറ്റി മെഷേഴ്സ്, കണ്ടന്റ് വാലിഡിറ്റി ഉണ്ടോ, കൺസ്ട്രക്ട് വാലിഡിറ്റി ഉണ്ടോ, ദെൻ ക്രൈറ്റീരിയൻ വാലിഡിറ്റി ഉണ്ടോ. ക്വാളിറ്റിയിലേക്ക് കോറിലേഷൻ ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ദെൻ മിനിമൈസിങ് മെഷർമെന്റ് എറർ. മെഷർമെന്റ് എറർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മിനിമൈസ് ചെയ്യണം. That means the random and systematic errors ഡേറ്റ കളക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. അപ്പൊ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കോറിലേഷനെ ബാധിക്കുന്നു. Then പൊട്ടൻഷ്യൽ കൺഫൗണ്ടിങ് വേരിയബിൾസ് ഉണ്ടോ സ്റ്റാറ്റിസ്റ്റിക്കലി. അതായത് പാർഷ്യൽ കോറിലേഷൻ നടത്തുമ്പോഴോ മൾട്ടിപ്പിൾ റിഗ്രഷൻ നടത്തുമ്പോഴോ കെയർഫുൾ കൺസിഡറേഷൻ ഓഫ് സ്റ്റഡി ഡിസൈൻ. അതിനകത്ത് കെയർഫുൾ ആയിട്ട് നമ്മൾ നോട്ട് മാനിപ്പുലേറ്റിംഗ് ദ റിസർച്ചേഴ്സ് ഷുഡ് തിങ്ക് അബൌട്ട് പൊട്ടൻഷ്യൽ കൺഫൗണ്ട്സ് that could naturally assist and how the data collection might mitigate of account for them. അതായത് കൺഫൗണ്ടിങ് വേരിയബിൾസ് വന്ന് കയറുന്നുണ്ടോ ഇതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ആ റിസർച്ചിൽ മിസ്റ്റേക്സ് വരാനുള്ളതാണ്. ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള വാലിഡിറ്റിയും ജനറസിബിലിറ്റിക്ക് പറ്റുമോ? റാൻഡം സാമ്പിളിംഗ് അല്ലല്ലോ ചെയ്യുന്നത്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഒക്കെ ആകുമ്പോൾ അത് റെപ്രസെന്റേറ്റിംഗ് സാമ്പിള് ഇത് ജനറസിബിലിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ആണോ എന്നുള്ളതാണ് അതിന്റെ ക്വാളിറ്റിയിൽ വരുന്നത്. അപ്പൊ ഇത്രയും ക്വാളിറ്റീസ് നമ്മൾ നോക്കണം. Then one more topic is the causal comparative design psychology. It will take next today. Okay. Then okay, bye bye.